സ്കില്ല് കൂടെ ഉണ്ടാവുക, ക്വാളിഫിക്കേഷൻ്റെ കൂടെ കുറച്ച് സ്കില്ലുകൾ കൂടി അക്വയർ ചെയ്യുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ നിർബന്ധമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഒരു ഡോക്ടർക്ക് സ്വിമ്മിങ് അത്യാവശ്യമായിട്ട് അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷേ പിന്നെ തായ്ലൻഡിൽ ഒരിക്കൽ ഒരു ഫുട്ബോൾ ടീം ഒന്നായിട്ട് ഒരു കേവിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയി. 12 ഫുട്ബോൾ താരങ്ങളും ചെറിയ കുട്ടികളും അതിൻ്റെ കോച്ചും ഒരു കേവിൽ കുടുങ്ങി പോവുകയും അതിൽ വെള്ളം കയറുകയും പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. 9 ദിവസത്തിന് ശേഷം ഇവർ ജീവനോടെ ഉണ്ട് എന്ന് കണ്ടെത്തി. അങ്ങനെ ജീവനോടെ ഉണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോകണം. അതിനൊരു ഡോക്ടർ വേണം, ഡോക്ടർക്ക് സ്വിമ്മിങ് അറിയണം. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു. അവസാനം ഒരു ഡോക്ടർ റിച്ചാർഡ് ഹാരിസ്, ആ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഡോക്ടർ റിച്ചാർഡ് ഹാരിസ് ഇല്ലായിരുന്നെങ്കിൽ ആ റെസ്ക്യൂ ദൗത്യം പരാജയപ്പെടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഡോക്ടർക്ക് സ്വിമ്മിങ് എന്ന് പറയുന്ന സ്കില്ല് അത്യാവശ്യമാവുന്ന ഘട്ടം ഇതാണ്. പോകുന്ന പോക്കിൽ, നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക്, ഡ്രീമിലേക്ക് പോകുന്ന പോക്കിൽ പരമാവധി സ്കില്ലുകൾ അക്വയർ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തണം. ഇനി ജോലി കിട്ടിയാലും ആ സ്ഥലങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, പുതിയ AI കാലഘട്ടത്തിൽ, പുതിയ കോമ്പറ്റീവ് കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കൃത്യമായിട്ട് സ്കില്ലുകൾ അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കുക.